മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേടം മുതൽ കന്നി രാശി വരെയുള്ളവരുടെ വർഷം 2025 ജൂലൈ 14 തീയതി തിങ്കളാഴ്ച മുതൽ 20 തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ശുക്രൻ തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിലും, സൂര്യനും ഗുരുവും മിഥുനം രാശിയിലും, ബുധൻ കർക്കടകം രാശിയിലുമായിരിക്കും നിൽക്കുന്നത്. ചൊവ്വയും കേതുവും ചിങ്ങം രാശിയിൽ ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഇവിടെ അങ്കാരക ദോഷവും നിർമ്മിതമാകുന്നുണ്ട്. രാഹുവും ചന്ദ്രനും കുംഭം രാശിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഗ്രഹണദോഷവും ഉണ്ടാകുന്നുണ്ട്. ശനി നിൽക്കുന്നത് മീനം രാശിയിലാണ്. ഈ ആഴ്ച ചന്ദ്രനും മീനം രാശിയിൽ ശനിയോടൊപ്പം ആഴ്ചയുടെ മധ്യസമയത്ത് നിൽക്കുന്നതായിരിക്കും. ശനിയും ചന്ദ്രനും ഒന്നിച്ച് നിൽക്കുന്നത് ഇവിടെ വിഷയോഗം നിർമ്മിതമാകുവാൻ ഇടയാക്കുന്നതുമായിരിക്കും. മിഥുനത്തിൽ നിൽക്കുന്ന സൂര്യൻ ജൂലൈ 16 തീയതി അവിടെ നിന്നും കർക്കടകത്തിലേക്ക് സംക്രമണം ചെയ്യുന്നതായിരിക്കും. ജൂലൈ 13 തീയതി ഞായറാഴ്ച മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം 138 ദിവസത്തോളവും, അതായത് നവംബർ 28 തീയതി വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതുപോലെ ജൂലൈ 18 തീയതി ബുധനും കർക്കടകത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും ഏകദേശം 25 ദിവസത്തോളവും, അതായത് ഓഗസ്റ്റ് 11 തീയതി വരെ ബുധൻ വക്രഗതിയിൽ തന്നെ സഞ്ചരിക്കുന്നതുമായിരിക്കും. ചന്ദ്രൻ ഈ ആഴ്ച കുംഭം, മീനം, മേടം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഘടനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദമടങ്ങുന്ന മേടക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇൻകം വർദ്ധിക്കുന്നതാണ്. ശമ്പളത്തിലും മറ്റു വരുമാനത്തിലും ഇൻക്രീസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ഒരു മനസ്സമാധാനം അനുഭവപ്പെടുന്നതുമായിരിക്കും. സ്ത്രീകൾ ഈ ആഴ്ച ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് ചിലവുകളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും. അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. സുഹൃത്തുക്കളും മറ്റുള്ളവരുമൊക്കെ പറയുന്നത് കേട്ട് എടുത്തിയാടിയൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. എല്ലാം നന്നായി ആലോചിച്ചും സാവകാശവും വേണം ചെയ്യുവാൻ. ലവ് റിലേഷനിലുള്ളവർക്ക് ഈ സമയത്ത് ചില്ലറ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. വീക്കെൻഡ് നല്ലതായിരിക്കും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. ഇനി കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ആഴ്ച പൊതുവെ ഇടവം രാശിക്കാർക്ക് ശുഭകരമായിരിക്കും. കരിയറിലും ബിസിനസ്സിലും ലാഭസ്ഥിതികൾ നല്ലതാകുന്നതും വരുമാനം വർദ്ധിക്കുന്നതുമായിരിക്കും. സുഹൃത്തുക്കളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ ചില്ലറ പരിവർത്തനങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും പ്ലാനിങ്ങുകൾ ചെയ്യുന്നതായിരിക്കും. അയൽപക്കത്തുകാരുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ തന്നെ മുൻകൈ എടുക്കേണ്ടി വരും. ഈ ആഴ്ച സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും. നിങ്ങളുടെ വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും. ആഴ്ചയുടെ അവസാന സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതുപോലെ ആരോഗ്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർതം 1, 2, 3 പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ്.
ആഴ്ചയുടെ ആരംഭത്തിൽ കാര്യങ്ങളിൽ ചില്ലറ തടസ്സങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും, പ്രത്യേകിച്ചും ഗവൺമെൻറ് കാര്യങ്ങളിൽ. ഈ വക പ്രശ്നങ്ങൾ നല്ല ബുദ്ധിപൂർവ്വം വേണം ഹാൻഡിൽ ചെയ്യുവാൻ. ഈ സമയത്ത് ടെൻഷനും അല്പം കൂടുവാൻ സാധ്യതകളുണ്ട്. യാത്രകളിൽ ഭക്ഷണപാനീയങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ഉദരസംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് ശരീരത്തിനും കൈകാലുകൾക്കും മറ്റും വേദന അനുഭവപ്പെടുന്നതുമായിരിക്കും. ആഴ്ചയുടെ ബാക്കി സമയം നല്ലതായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ ലാഭസ്ഥിതികളും മറ്റും വർദ്ധിക്കുന്നതായിരിക്കും. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതുമായിരിക്കും. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ തടസ്സപ്പെട്ട് കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതാണ്. സിവിൽ, ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റുകൾ ചെയ്യുന്നവർക്ക് പുതിയ ടെൻഡറുകളും മറ്റും ലഭിക്കുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. വിദ്യാർത്ഥികൾക്കും സമയം അനുകൂലമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 8 ആയിരിക്കും. ഇനി പുണർതം, 4-ാം പാദം, പൂയം, ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അതിനാൽ എത്ര ചെറിയ പ്രശ്നമുണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് ആരുമായും വാദവിവാദങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല, പ്രത്യേകിച്ചും ഇൻലോസുമായിട്ട്. യാത്രകളും മറ്റും ചെയ്യുമ്പോൾ വാഹനം, മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓഫീസിൽ ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല. ആഴ്ചയുടെ മധ്യസമയത്ത് സന്താനങ്ങളുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. യാത്രയിൽ ചിലപ്പോൾ പ്രതീക്ഷിച്ച അത്ര ഫലങ്ങൾ ലഭിച്ചു എന്ന് വരില്ല. ചില സമയത്ത് യാത്ര ചിലവുകളും വെറുതെ ആയിരിക്കും ചെയ്യുന്നത്. അതിനാൽ നല്ല പ്ലാനിങ്ങോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. ആഴ്ചയുടെ അവസാന സമയം നല്ലതായിരിക്കും. ആഴ്ചയുടെ ആരംഭ സമയത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന വിഷമങ്ങൾ അവസാനിക്കുന്നതും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും. കരിയറിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും. ആരോഗ്യത്തിലും നല്ല റിക്കവറി ഉണ്ടാകുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. ഇനി മകം, പൂരം, ഉത്രം, 1-ാം പാദം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. പൊതുരംഗത്ത് നിങ്ങളുടെ ഇമേജ് വർദ്ധിക്കുന്നതാണ്. ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും. ലവ് റിലേഷനിലുള്ളവർക്കും സമയം അനുകൂലമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല. അതുപോലെ മറ്റുള്ളവരോട് വളരെ സൗമ്യതയോടെ വേണം സംസാരിക്കുവാനും പെരുമാറുവാനും. യാത്രകൾ ചെയ്യുമ്പോൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് മനസ്സിന് അകാരണമായി പല ചിന്തകളും അലട്ടുന്നതായിരിക്കും. അതിനാൽ ധാർമ്മിക കാര്യങ്ങളിൽ ഇടപെടുന്നതും ക്ഷേത്ര ദർശനങ്ങളും മറ്റും നടത്തി മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. വീക്കെൻഡ് നല്ലതായിരിക്കും. കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ആഴ്ച കന്നി രാശിക്കാർക്ക് സമയം വളരെ നല്ലതായിരിക്കും. കരിയർ, ബിസിനസ് എന്നിവയിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതുമായിരിക്കും. ഇത് വരുമാനം വർദ്ധിക്കുവാനും അങ്ങനെ സാമ്പത്തിക സ്ഥിതികൾ നല്ലതാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. സ്റ്റേഷനറി, പച്ചക്കറി, ബ്യൂട്ടി പാർലർ, തട്ടുകടകൾ, പലചരക്ക് മാതിരി ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവർക്കും അതുപോലെ പല രീതിയിലുള്ള സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും അവരവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. എന്തെങ്കിലും ലീഗൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിലും സൊല്യൂഷൻസ് കണ്ടെത്തുന്നതായിരിക്കും.
വരവുകൾ വർദ്ധിക്കുന്നതിനോടൊപ്പം ചിലവുകളും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിലും ശ്രദ്ധയുണ്ടായിരിക്കണം. വീക്കെൻഡിൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇതാണ് മേടം മുതൽ കന്നി രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ വാരഫലങ്ങൾ. തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ 2ാം പാർട്ടിൽ പറയുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.